ക്രിസ്തുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഒരു പുതിയ മാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നു. നവംബർ മാസം കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകിത്തന്നു. എത്രയോ പ്രതികൂല സാഹചര്യങ്ങൾ നാം കണ്ട സ്ഥാനത്ത്, എത്രയോ കഷ്ടതകളുടെ നടുവിലൂടെ നാം കയറിപ്പോയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ഓരോ മാസങ്ങളിലും ദൈവത്തിൻ്റെ കാവൽ നമ്മോടുകൂടെയുണ്ട്. ഓരോ ആഴ്ചകളിലും ദൈവത്തിൻ്റെ കാവലുണ്ട്. ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ കാവൽ നമ്മോടുകൂടെയുണ്ട്. കർത്താവ് നമ്മെ എല്ലാം വളരെ അതിശയകരമായി, അത്ഭുതകരമായി കർത്താവ് നടത്തുകയാണ്. ഭക്തന്റെ പ്രാർത്ഥനയിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരരുത്. നമ്മുടെ ജീവിതത്തിലും എത്രയോ അനർത്ഥങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങൾ കണ്ടതാണ്. എന്നാൽ അതൊന്നും വ്യസനകാരണമായി തീരാതെ ദൈവം നമ്മെ വിടുവിച്ച വൻതയെ ഓർത്ത ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയട്ടെ. ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ടെന്നറിയണം. ദൈവശബ്ദം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്നറിയണം. ഈ മാസം പ്രാർത്ഥനകളുടെ മാസമാകട്ടെ. പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, വലിയ മറുപടികൾ കർത്താവ് നൽകി തരും. നവംബർ മാസം നിങ്ങൾ കാത്തിരുന്ന മറുപടികളെ കർത്താവ് നിങ്ങളിലേക്ക് നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവം നൽകി തന്നിരിക്കുന്ന ഒരു ദൈവശബ്ദം ഇന്നേ ദിവസം നിങ്ങളോടൊന്ന് പറയാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു പട്ടണം മുഴുവൻ സന്തോഷിക്കുകയാണ്. ഞാൻ ഈ ദൂത് ഈ നവംബർ മാസത്തിൽ വിശ്വാസത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പട്ടണങ്ങൾ സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുവാൻ പോകുന്നു. എന്തുകൊണ്ടാണ് പട്ടണം സന്തോഷിച്ചത്? ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് എന്ന ക്രിസ്തു ശിഷ്യനിലൂടെ അനേക ദൈവിക സൗഖ്യങ്ങൾ നടക്കുവാൻ തുടങ്ങി. വചനം ശക്തിയോടെ ബലപ്പെടുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കൾ പുറത്തു പോകുവാൻ തുടങ്ങി. ഇന്നലെ വരെ ആ പട്ടണത്തിലെ സന്തോഷം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ പട്ടണത്തിൽ സന്തോഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതുവരെ ഇല്ലാതിരുന്നതിനെ നിർമ്മിച്ചു എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയില്ലേ? ചിലതിനെ ഉളവാക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ ഉളവാക്കുവാൻ ശക്തനായ ദൈവമാണ്. ഒരു പട്ടണം മുഴുവൻ സന്തോഷിച്ചു എന്ന് എത്ര ആധികാരികമായ ഒരു ദൂതാണ്. അങ്ങനെയെങ്കിൽ ഈ നവംബർ മാസം വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കൂടാരം മുഴുവൻ സന്തോഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ മുഴുവൻ സന്തോഷമുണ്ടാകാൻ പോവുകയാണ്. അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിൻ്റെ നടുവിൽ അസമാധാനത്തിലൂടെ കടന്നു പോകുന്നവരാണോ താങ്കൾ? ജീവിതത്തിൻ്റെ നടുവിൽ എല്ലാ